എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം. കുറെ കാലങ്ങളായിട്ട് ഈ പുള്ളിക്കാരി ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്, കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലറ വരുമാനമൊന്നല്ല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, ഒരു പാവ സ്ത്രീ പടം വരച്ച് പൈസ ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റെന്ന്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കപട ഭക്തിയും കാണിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ ഉള്ളവരെയൊക്കെ ഡിസ്റ്റർബൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയി പടം വരയ്ക്കുക, അവിടെ വരുന്നവരെയൊക്കെ ഡിസ്റ്റർബൻസ് ചെയ്യുക, ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ മെയിൻ ഹോബി. 2 വർഷം മുമ്പായിരുന്നു ഈ ജസ്ന സലീം ഭയങ്കര വൈറലായി ഫേമസ് ആയിപ്പോയത്. അതിനുശേഷം എല്ലാവരും ഇവളെ പൊക്കി അങ്ങോട്ട് തലയിൽ കയറ്റി വെച്ചിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുക്കുന്നു, അങ്ങനെ കാണുന്നവർക്ക് എല്ലാവർക്കും ഫോട്ടോ വിതരണം ചെയ്യുന്നു. അങ്ങനെ കോടതി കലാപശ്രമത്തിനെതിരെ ഇവരെ പേരിൽ കേസെടുത്തു. ഗുരുവായൂരിൽ കിഴക്കേ നടയിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മാല ചാർത്തി കേക്ക് മുറിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്നാ. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്? കീർത്തന, ഈ ജസ്ന സലീം ഒരു ചിത്രകാരിയാണ്. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക്, ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ളിടമാണ്, അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു. അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ മാസം, ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ബാങ്കിൻ്റെ ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത് ഇത് ആവർത്തിക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ട് പുള്ളിക്കാരി കാട്ടിക്കൂട്ടിയത് നടു റോട്ടിൽ വിഷുക്കണി ഒരുക്കുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേസെടുത്തിട്ടും ഈ പുള്ളിക്കാരി അടങ്ങിയിട്ടില്ല. ഇപ്പൊ വിഷുവിനിതാ വിഷുക്കണി. ഇവരീ പറയുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ്. പക്ഷെ എന്ത് വിശ്വാസത്തിൻ്റെ പേരിൽ? അങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തിനത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത്? പ്രഹസനം അല്ലെങ്കിൽ ഷോ ഓഫ്, അല്ലാണ്ട് ഇതിനെന്താ പറയുക? അല്ലാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ആവർത്തിച്ചു കൂട്ടില്ലല്ലോ. ഇവരാരെയും പൊട്ടന്മാരാക്കുന്നത്? ഈ വരയ്ക്കുന്ന ഫോട്ടോകളെല്ലാം സെയിം, ഈ അച്ചടിക്കുക എന്ന് പറയുന്ന പോലെ അതുപോലെയുള്ള ഫോട്ടോസ്. ഇവർ കഴിഞ്ഞ ദിവസം ഇവരെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ വ്യാജ പ്രചരണം നടത്തുന്ന പോലെയൊന്നും ഇവിടെ ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവായിട്ടാണോ അത് മനസ്സിലായിട്ടും അഭിനയിക്കുന്നതാണോ എന്നാണ് മനസ്സിലാവാത്തത്.